എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയും. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവർ ആയിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിന്റെ ഒപ്പം നിൽക്കുന്നത്. ആദ്യഘട്ടവൻ നിങ്ങൾ മൊയിലേർത്തും കൊല്ലാക്കാട്ടും പടച്ച റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചു. എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കുന്നു ചെയ്യാം. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം നമസ്കാരപ്പായി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആഷിയും നമ്മുടെ ജാസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അവരുടെ പ്രശ്നങ്ങൾ അറിയാത്തവരായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരും തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് പരിചയം കാണും. എന്നാലും അറിയാത്തവർക്കായി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ജാസി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അവർ ദുബായിലാണ് വർക്ക് ചെയ്തത്. ആ കാലത്താണ് ആഷിയെ പരിചയപ്പെടുന്നതും അവർ തമ്മിൽ പ്രണയത്തിലാവുന്നതും. അവർ അങ്ങനെ സോഷ്യൽ മീഡിയ ടിക്ടോക്കുകളിലെല്ലാം റീൽസുകളും വീഡിയോയിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊടുന്നനെ ഒരു ദിവസം ആഷി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ അടിച്ചു മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാടുകളൊക്കെയുമായിട്ട് സോഷ്യൽ മീഡിയ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആഷിയുടെ ഭാഗത്തുണ്ടായിരുന്ന നന്ദിനി എന്ന് പറയുന്ന ഒരാളായിരുന്നു. അവരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കിയ ജാസി ഒരുപാട് ഇൻ്റർവ്യൂകളിലും അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകളിലും എല്ലാം തന്നെ ഈ നന്ദിനി എന്ന് പറയുന്ന ആളെ താൻ മുന്നിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലും എന്ന് വരെ പറയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പൊറുതി മുട്ടിയപ്പോൾ നന്ദിനി എന്ന് പറയുന്ന ആൾ നമ്മുടെ ആഷിയുടെ ഉമ്മാൻ്റെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിടുകയും ഈ അടുത്ത ദിവസങ്ങളിൽ അത് സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്ക് ആദ്യമായിട്ട് ഈ ആഷിയുടെ ഉമ്മയുടെ വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കാം. അതിൻ്റെ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആഷി പുറത്തുവിട്ട എന്നെ മർദ്ദിച്ചു അവശയാക്കി ജാസി എന്ന് പറയുന്ന ആ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. എന്നാലേ ഉമ്മ പറയുന്ന കാര്യത്തിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതൊന്ന് കണ്ടുവരാം. എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയും. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു വേണ്ടി നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം. ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം, അറിയാലോ. ഞാൻ എനിക്ക് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. മുഖത്ത് അടികൊണ്ട പാടുകളും അതുപോലെ തന്നെ മർദ്ദിച്ച അവശനാക്കിയ എല്ലാ രംഗങ്ങളും അതുപോലെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഹാപ്പി അല്ല എന്നും ഞങ്ങളൊരു സുഹൃത്ത് ബന്ധം എന്ന നിലയിലാണ് ഒന്നിച്ച് താമസിച്ച് വന്നിരുന്നത് എന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടാളും ഹാപ്പി അല്ല എന്ന് വീഡിയോ വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതാണ് ആദ്യമായി നടന്നത്. എന്നാൽ ഇതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ആഷിയുടെ ഉമ്മ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വോയിസ് റെക്കോർഡ് കേട്ടത് കൊണ്ടാണ് എനിക്കും ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത്. ഒരിക്കലും ഒരു ഉമ്മാക്കും കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല. കാരണം തൻ്റെ മകനെ ഒരു ട്രാൻസ്ജെൻഡർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആർക്കും അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാകുകയില്ല. നമ്മൾ ആ കമ്മ്യൂണിറ്റിയെ കുറച്ച് കാണുകയല്ല, എന്നാലും അത്തരം ഒരു നല്ല സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്നും അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആഷിയുടെ ഉമ്മയുടെ ഒരു വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നു. നമുക്ക് അതൊന്ന് കേട്ട് വരാം. 10 ഉറുപ്പിനാണ് വീട്ടിലേക്കില്ല വേണ്ട. 2 വർഷം അവന്റെ 10 ഉറുപ്പിന് ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാർ പറയണ്ടേ ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 എണ്ണം കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ എന്തിനു സപ്പോർട്ട് ചെയ്യണേ? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവരെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടുത്തെ കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേട്ടൂല. ഇവരുടെ അമ്മ എന്തിനു കേട്ടണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ട് അടിയുമ്പോൾ കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു. ഈ ചെക്കൻ്റെ ഒന്നും വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞ പെണ്ണല്ല ആദ്യഘട്ടവൻ ഞാനാണ് കുടുംബത്തോടെ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടില്ല. എന്നോട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വയം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മൊയിലേർത്തും കൊല്ലാക്കാട്ടും പടച്ച റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചു. എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കുന്നു ചെയ്യാം. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം നമസ്കാരപ്പായി. വോയിസ് റെക്കോർഡിൽ പരസ്യമായിട്ട് നമ്മുടെ ആഷിയുടെ ഉമ്മ പറയുകയാണ്, ഞാൻ ജാസിയുടെ ഉമ്മയെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് 3 മക്കളുണ്ടല്ലോ, അതിലൊന്നല്ലേ പോയിട്ടുള്ളൂ എന്നാണ്.
അമ്മക്കും അല്ലെങ്കിൽ അമ്മക്കായാലും എത്ര മക്കളുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെയാണ്. അതിലൊന്ന് കുറഞ്ഞാലും രണ്ട് കുറഞ്ഞാലും ഒന്നും ആർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പിന്നെ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും, ഞാൻ നിസ്കാരപ്പായിൽ നിന്ന് എണീക്കാതെ എല്ലാ വക്തും തൻ്റെ മോനെ ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടി കണ്ണീർ വാർക്കാത്ത ദിവസങ്ങളില്ല എന്ന് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമാണ്. ആ ഉമ്മ വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമാണ്. തൻ്റെ മകനെ തനിക്ക് ഒരു വർഷത്തോളമായി തന്നെ ഒന്ന് വന്ന് കാണാൻ പോലും ആ മകൻ കൂട്ടാക്കുന്നില്ല. എന്നും 16 ആയിരിക്കുകയല്ലോ, എന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് ആ ദിവസത്തിന് വേണ്ടി ആ ഉമ്മ കാത്തിരിക്കുകയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. നമുക്ക് ആശയോട് പറയാനുള്ളത്, ഏതൊരു ഉമ്മയ്ക്കും അല്ലെങ്കിൽ ഏതൊരു അമ്മയ്ക്കും നമ്മളെ മക്കളെക്കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയേ സാധിക്കുകയുള്ളൂ. അതിനെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മൾ പെറ്റുപോറ്റി 10-35 വയസ്സ് വരെ അദ്ദേഹത്തെ വളർത്തി, അദ്ദേഹത്തെ ഒരു പണിക്ക് വേണ്ടി ദുബായിലേക്ക് പറഞ്ഞേക്കുന്ന സമയം വരെ ഈ ആശി എന്ന് പറയുന്ന മോന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ജാസി എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നതും ആ ട്രാൻസ്ജെൻഡറുമായിട്ട് ഒന്നിച്ച് റിലേഷൻഷിപ്പിലാവുന്നതും ലിവിങ് ടുഗദറായിട്ട് മുന്നോട്ട് പോകുന്നതെല്ലാം. അതൊക്കെ ഒരു ഉമ്മാക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ ഈ വോയിസിനൊക്കെ മറുപടിയുമായിട്ട് ഇപ്പോൾ ആശിയും ജാസിയും ഒന്നിച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോയുടെ ഒരു ഭാഗം കാണാം. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആഷിനെ ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല, ആഷിനെ ഞാൻ വിടുന്നില്ല. അപ്പം ഒന്നാമത് ആഷിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ആഷി ഈ എന്താ പറയാ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതടക്കം ആഷി പറയുന്നത്. അതിൽ ആ വോയിസ് ഞാൻ ഫുള്ളായി കേട്ട്, അതിൽ എത്ര 4 പാർട്ടോ 3 പാർട്ടോ ഉണ്ട്. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നാണ്. പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആങ്ങളമാരും അമ്മായിമാരും എടുത്തിട്ട് അത് വളച്ചിരിക്കാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോഴും ഓൺ വോയിസ് ചെയ്യാനൊരു മടിയുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓൺ വോയിസ് ഒന്നും സംസാരിക്കാത്ത, ഒരു ഇന്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാസിയുടെ സംസാരിക്കും, പക്ഷെ ഇതിൽ ഞാൻ സംസാരിക്കാം എന്നാലാണ് ക്ലിയർ ആവുമെന്നുള്ള. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ കണ്ടു കാണും, ഇത് തന്നെയാണ് ഉമ്മ പറഞ്ഞത്. കാരണം അതിലും ജാസിയാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആഷിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെയാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആഷി പറയുന്നുണ്ട്, എന്നെ ആരും പിടിച്ചു വെച്ചതൊന്നുമല്ല, ഞാനൊരു മറുപടി പറയാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വരാനൊന്നും ആഗ്രഹമുള്ള ഒരാളല്ല, എനിക്ക് ഓൺ വോയിസിൽ വന്ന് സംസാരിക്കാനും അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് വരാത്തത്. ഇന്നെങ്കിലും മറുപടി പറയാൻ വേണ്ടി ആശി ഒന്ന് രംഗത്ത് വന്നല്ലോ, അത് തന്നെ വലിയ സമാധാനം. ജാസി പറയിപ്പിച്ചതാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വന്ന് പറഞ്ഞല്ലോ. ബാക്കി കേൾക്കാം. രണ്ടാമത് ജാസി എന്നുള്ളൊരു റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെയാണ് എല്ലാവരും ഇങ്ങനെ വെറുക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. എൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷൻ ജാസിനെ എൻ്റെ കൂടെ നിന്ന് അതുകൊണ്ട് എൻ്റെ മരിക്കണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായി എനിക്ക് ജാസി എന്നെ വന്ന്. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ ഒരു സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവറായിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറേ വോയിസിൽ വളച്ചൊടിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് പറ്റുമ്പോഴെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം. ഞാൻ ലാസ്റ്റ് ആ വോയിസ് ഒക്കെ ഇട്ടപ്പോൾ എൻ്റെ ഉമ്മാക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ്, നീ എല്ലാം ഇട്ടിട്ട് വാ എന്നാൽ. അപ്പോൾ ആശി പറയാണ്, എന്നെ ജാസി പിടിച്ചു വെച്ചതൊന്നുമല്ല എന്നും, എൻ്റെ ജീവിതത്തിൽ ഒരു ഡാർക്ക് സിറ്റുവേഷൻ കടന്നു പോയിരുന്നു എന്നും, ഞാൻ മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഒരവസ്ഥയിൽ നിന്ന് തന്നെ അതിൽ നിന്ന് കരകയറ്റിയത് ജാസിയാണ് എന്നാണ് നമ്മുടെ ആശി പറയുന്നത്. ഇതെല്ലാം പറയുന്നത് ആശിയാണ്. ഇതിന് മുന്നിലത്തെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ജാസിയുടെ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനാവാതെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ആശിയുടെ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ആദ്യം കാണിച്ചത്. ഇത് രണ്ടും കൂടി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഒരു രൂപരേഖ കിട്ടുക. ബാക്കി കേൾക്കാം. പറയുന്നത് ആ വോയിസിൽ, ഞാൻ വന്നിട്ട് 10 മാസമായി ഇതുവരെയായിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 10 മാസമായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 10 മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല. എനിക്ക് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും പണ്ട് എനിക്ക് 6 വർഷം ശേഷം നാട്ടിലേക്ക് പോരാൻ പറ്റുന്നത്. പണ്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നാട്ടിൽ. അതുപോലെ ഒരു ഗ്യാങ് നല്ല മെമ്പേഴ്ഷിപ്പ് പൊളിയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോൾ ഈ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെയല്ല പെരുമാറുന്നതും കാര്യങ്ങളും. പിന്നെ ഞാൻ ആപ്പാടെ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ സംഭവം വന്ന പിന്നെ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ഒരു വർഷത്തോളമായി ഞാൻ ദുബായിൽ വന്നതിന് ശേഷം നാട്ടിൽ പോയിരുന്നു എന്നും, അവിടെ എനിക്ക് ആദ്യം ഒരു പറ്റം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നും, ഈ ആശിയുമായുള്ള റിലേഷന് ശേഷം ഞാൻ തിരിച്ചവരെ വന്നപ്പോൾ അവർ എന്നെ കൈയൊഴിഞ്ഞു എന്നാണ് നമ്മുടെ ആശി പറയുന്നത്. തീർച്ചയായിട്ടും അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. നിങ്ങളെ കൈയൊഴിയും. കാരണം 2-3 കാരണങ്ങളാണ്. നിങ്ങൾ അവിടെ പോയി കല്യാണം കഴിച്ചത്
ഒരു ഇൻ്റർകാസ്റ്റ് മാരേജോ ഒരു അന്യമതസ്ഥയോ ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാരോ സുഹൃത്തുക്കളോ എല്ലാം നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കുമായിരുന്നു. നിങ്ങളവിടെ പോയി ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറുമായിട്ടാണ്. ഒന്നാമത് നിങ്ങൾ സമീപിക്കുന്ന നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു മുസ്ലിമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കും ഒരു സപ്പോർട്ടും പെട്ടെന്ന് അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല. നമ്മുടെ സമൂഹം അത്രമാത്രം ഒന്നും വികസിച്ചിട്ടില്ല. നമ്മൾ യൂറോപ്പിലും ഒന്നല്ല നമ്മൾ താമസിക്കുന്നത്. നമ്മളൊരു കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിച്ചു വരുന്ന ആൾക്കാർക്ക് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ പറയുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഇതൊന്നും പെട്ടെന്ന് ഇൻ്റർകാസ്റ്റ് മാരേജ് ഒന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല. അതിനെ നമ്മൾ ഉമ്മാനെ കുറ്റം പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുറ്റം പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ബാക്കി കേൾക്കാം. രണ്ടാമത് അതിൽ പറഞ്ഞ ക്യാഷ് ഞാൻ അയക്കുന്നില്ല കാര്യങ്ങൾ. ഒന്നാമത് ഫോൺ അടിച്ചെടുക്കില്ല. ഫോൺ ഞാൻ വിളിച്ചാൽ അമ്മ ഞാനാണ് ഫോൺ എടുക്കില്ല. പിന്നെ ഞാൻ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. എന്താ വെച്ചാൽ ഞാൻ കാരണം കൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. പിന്നെ പൈസ ഞാൻ അയക്കില്ല. എൻ്റെ ഫസ്റ്റൊക്കെ അറിയാതെ നമ്മൾക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട്. അതിന്റെ റെസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണി. പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത എനിക്ക് മാത്രമല്ല. ഈ പെരുന്നാളിന് പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ കാശ് അയച്ചു, അതേപോലെ ആഷിന്റെ വീട്ടിലേക്കും ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കഴിഞ്ഞാൽ വളരെ ഇതിൽ ആശി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ വിളിക്കുന്ന സമയത്ത് അവർ കോൾ കട്ടാക്കുകയാണ് എന്നും അതുപോലെ ഞാൻ പൈസ അയക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കളവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തൻ്റെ ഏട്ടൻ അറിയാതെ ഞാൻ ഒരുപാട് പൈസ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും ഈ പെരുന്നാളിന് പോലും ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആശി ആ റെസീറ്റ് ഒന്ന് പുറത്ത് വിടട്ടെ. നമ്മൾ ആശിയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് ജാസി പുറകിൽ നിന്ന് പറയുകയാണ്. ഈ പെരുന്നാൾക്ക് സത്യമാണ് ജാസിയുടെ ഉമ്മാക്ക് പൈസയൊക്കെ അയക്കാറുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ആശി അയക്കണമെങ്കിൽ ജാസി സമ്മതിച്ചിട്ടില്ലെങ്കിൽ നടക്കില്ല എന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. പിന്നെ റെസീറ്റ് പുറത്ത് വിടുന്നത് അതൊക്കെ പുച്ഛമാണ്, അതൊക്കെ വളരെ മോശമായ പരിപാടിയാണ് എന്നാണ് നമ്മുടെ ജാസി പുറകിൽ നിന്ന് ആശിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അത്രക്കും ഇത്രയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് യാതൊരു നാണവും മാനവും ഇല്ലാതെ പറയുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്ടോക്കുകൾ കാണുന്ന ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം ഈ കാര്യത്തിലൊക്കെ അറപ്പും വെറുപ്പും എല്ലാം ഉണ്ട് എന്ന്. നിങ്ങൾക്കൊരു പൈസ അയച്ച റെസീറ്റ് മാത്രം പുറത്തുവിടാൻ ഇത്ര മാനക്കേട. ഉമ്മാക്കെതിരെ നിങ്ങൾ എന്തെല്ലാം വേണ്ടാധീനങ്ങൾ നിങ്ങൾ രണ്ടാളും പറഞ്ഞു നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു. അതിനൊന്നും യാതൊരു അറപ്പും വെറുപ്പും ഒന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ഈ ഒരു പൈസ അയച്ച റെസീറ്റ് പുറത്തുവിടാൻ മാത്രം ഇത്ര മാനം പോകുന്ന കേസാണോ ജാസി? അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്രക്കും സ്നേഹത്തിലാണ് എങ്കിൽ ഇതാരും നിങ്ങളുടെ ഉള്ളിൽ വന്ന് അങ്ങോട്ട് പുറത്ത് വലിച്ചിട്ട കാര്യമല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ വന്ന് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചില യൂട്യൂബർമാരും മാത്രം ചർച്ച ചെയ്യുന്നത്. അതിൽ ആശി പറയുന്നുണ്ട്, ചില ആങ്ങളമാരും പെങ്ങളമാരും ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തീർച്ചയായിട്ടും പ്രതികരിക്കണം. നിങ്ങൾക്ക് പ്രതികരണവുമായി രംഗത്ത് വരേണ്ട അവസ്ഥ വരുത്തിയത് നിങ്ങൾ തന്നെയാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും സ്നേഹത്തിലാണ് നല്ല സൗഹാർദ്ദത്തിലാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ ഞങ്ങൾക്കാർക്കും അതിൽ ഒരു അങ്കലാപ്പുമില്ല. അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ. ഇനി അങ്ങനെയൊന്നുമല്ല, ഈ ആശി എന്ന് പറയുന്ന മനുഷ്യനെ ജാസി എന്ന് പറയുന്ന വ്യക്തി അവിടെ പിടിച്ചു വെച്ചതാണ്, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ചതാണ്, മർദ്ദിച്ച് അവശനാക്കി ബ്ലാക്ക് മെയിലാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉമ്മാൻ്റെ കണ്ണീരിന് ഇന്നല്ലെങ്കിൽ നാളെ ജാസി നീ മറുപടി പറയേണ്ടതായിട്ട് വരും. ആ ഉമ്മ ഇത്ര കാലമായിട്ട് ആ മകനെ കാത്തുകെട്ടി അവിടെ ഇരിക്കുകയാണ്. വർഷങ്ങളായി ആ ഉമ്മക്ക് ആ മകൻ്റെ സ്നേഹമോ പൈസയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ മകൻ്റെ സാമീപ്യം ഉമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത്, ഒരു വക്ത് പോലും ഞാൻ നിസ്കാര കുപ്പായത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് കണ്ണീർ തോർക്കാത്ത ദിവസങ്ങളില്ല. അതിന് ജാസി നീ മറുപടി പറയേണ്ടതായിട്ട് വരും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ സ്നേഹത്തോടു കൂടി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ തന്നെ പോട്ടെ എന്നും എല്ലാവിധ ആശംസകൾ നമ്മൾ അറിയിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ എന്ന നിലക്കാണ് ഞാൻ ഒരു കണ്ടൻറ്റായിട്ട് എടുത്ത് ചെയ്തത്. കാരണം ഞാൻ ആദ്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. എന്നാലും ഈ ഉമ്മാൻ്റെ കണ്ണീരൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് ലെസ്ബിയൻ കപ്പിളും അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് മാരേജെല്ലാം നമ്മൾ കണ്ടു. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഫാഷനാണ്. എന്നാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മളെ മക്കളും അതുപോലെ തന്നെ ഈ സമൂഹവും ഈ കാണുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ ആയാലും നിങ്ങൾ ഇതിൻ്റെ താഴെ എഴുതി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.